അനേകവിധങ്ങളായ ഈ യജ്ഞങ്ങൾ വേദങ്ങളിൽ വിസ്തരിച്ചുപന്യസിച്ചിട്ടുള്ള ഇവയെല്ലാം കർമ്മം കൊണ്ടുണ്ടായവയാണെന്ന് നീ മനസ്സിലാക്കണം. ഇങ്ങനെ അറിഞ്ഞിട്ട് വേണം നീ ബന്ധത്തിൽ നിന്ന് മോചനം നേടാൻ. നീ എല്ലാ ബന്ധങ്ങളിൽ നിന്നും, ബന്ധം കർമ്മമാണ്. എന്തെങ്കിലും ഒരു കർമ്മം പൂർവനിശ്ചിതമായി ബോധത്തിൽ കിടക്കുന്നത് കൊണ്ടാണ്, പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ടാണ്, പൂർവരൂപം തേടുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. പൂർവകാലത്ത് നിശ്ചയിച്ചവയും വെഷ്ടി ജഗത്തില് പൂർവകാലത്ത് നിശ്ചയിച്ചവയും സമഷ്ടിയിൽ അർപ്പിച്ചവയും ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാ കർമ്മങ്ങളിലും ശാസ്ത്രകാരന്മാരും ഭരണാധികാരികളും നിയമജ്ഞരും നീതിജ്ഞരും എല്ലാം അവരുടെ വാക്കുകൾ പ്രകാരം പണിയെടുക്കുന്നത് കർമ്മം അങ്ങനെ വരാതിരിക്കാനാണ്, വേറൊരു വിധത്തിൽ സംഭവിക്കാനാണ്. ബുദ്ധപുരുഷന്മാർ, മതനേതാക്കന്മാർ, മനുഷ്യസ്നേഹികൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, നിങ്ങൾ, ഞാൻ ഒക്കെ കർമ്മങ്ങളെ കണ്ടിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് സ്വീകരിക്കാൻ തയ്യാറുള്ളവരല്ല. അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് ഉറപ്പുള്ളവർ, ആഗ്രഹമുള്ളവരെന്ന് പോലും അല്ല ഞാൻ പദം പറഞ്ഞത്. അങ്ങനെ സംഭവിക്കരുതായിരുന്നു, എൻ്റെ ആഗ്രഹം അങ്ങനെ സംഭവിക്കരുതെന്നായിരുന്നു. എന്തു ചെയ്യാം, അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് ഇനി വഴക്കുണ്ടാക്കാൻ സംഭവിച്ചില്ലേ സ്വീകരിക്കാം എന്നാരും കരുതുകയില്ല. അങ്ങനെ സംഭവിക്കരുതായിരുന്നുവെന്ന് എനിക്ക് നിശ്ചയമുള്ളത് കൊണ്ടാണ് പിന്നീട് എല്ലാ വഴക്കും. സംഭവിക്കുന്ന ഒന്നും സ്വീകരിക്കാനാവാത്തൊരു വിദ്യാഭ്യാസമേ നമുക്കുള്ളൂ. നിരന്തരമായി സംഭവിക്കുമ്പോഴും നിരന്തരമായി സംഭവിപ്പിക്കാതിരിക്കാൻ പണിയെടുത്ത് പരാജയപ്പെടുമ്പോഴും സംഭവിക്കാതിരിക്കാൻ പണിയെടുക്കുന്ന മാനവന്റെ വിഡ്ഢിത്തമാണ് ഈ ജഗത്ത്. കാലത്താണെങ്കിൽ ഇത് എളുപ്പമാണ്. ഒരു കുട്ടി ചെവി കേൾക്കാത്തതായി ജനിച്ചു. അന്നുള്ളവരാരും ചോദിക്കില്ല എന്തായാലും ചെവി കേൾക്കാതെ ജനിച്ച്, അതങ്ങനെ ജനിച്ചു. ഇനി അതിലൊരു ഗവേഷണവും, അത് അച്ഛൻ്റെ വീട്ടുകാരാണോ കാരണം അമ്മയുടെ വീട്ടുകാരാണ്, അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളാണെങ്കിൽ ഡോക്ടറോട് ഇന്ന് ആദ്യം ചോദിക്കും ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു. കൺസെൻച്വസ് പേരൻസ്. അപ്പോൾ ഇതല്ലാത്തവരുടെ അപ്പുറത്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ, അതും അങ്ങനെ ചിലപ്പോൾ വരും. ഇങ്ങനെ ഒരുതരം നാണം കെട്ട വ്യാപാരമാണ് നിങ്ങളുടെ ശാസ്ത്രം. ഇതിന് പറയുന്ന ഉത്തരങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഇതിനേക്കാൾ നല്ലത് ഉത്തരം കൃത്യമായി അറിയില്ല എന്ന് പറയുന്നതാണ്. ഈ ലോകത്ത് സംഭവിക്കുന്നതിൻ്റെ എല്ലാം ഉത്തരം ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകനും സന്യാസിയും സാഹിത്യകാരനും ഒക്കെ പറയണമെന്ന് നിർബന്ധമുള്ള മാധ്യമങ്ങളുടെ കാലഘട്ടമായത്. എനിക്കറിയില്ല എന്ന് പറയാനുള്ള സത്യസന്ധതയും ഈ നാണം കെട്ടവർക്കില്ല. ഒന്നുകിൽ ഉണ്ണുന്നവനറിയണം, അല്ലെങ്കിൽ വിളമ്പുന്നവനറിയണം. എന്നാൽ ഈ നാണം കെട്ടവന്മാർ വന്ന് ചോദിക്കുമ്പം മറ്റേ നാണം കെട്ടവന്മാർ പറയണ്ടേ, എൻ്റെ സുഹൃത്തെ എനിക്കൊന്നും അറിയില്ല, ഞാനും ഇവിടെ അത്ഭുതപ്പെട്ട് നിൽക്കുക. ഒരുമാതിരി വളച്ചു കെട്ടി അറിയാൻ മേലെന്ന് പറയുന്നതിന് പകരം അറിയാൻ മേലെന്ന് അറിയുന്നവനാണെന്ന് ഭാവിച്ച് പറയുക. അതൊക്കെ അറിയാൻ മേലെന്ന് തന്നെയാണ്. പക്ഷെ കേൾക്കുന്നവന് തോന്നുക അറിയാം. ഇത് അനിശ്ചിതമാണ് ഈ ലോകം, അനിശ്ചിതത്വമാണ് ഈ ജഗത്തിൻ്റെ സ്വഭാവം. അത് അംഗീകരിക്കാൻ, അതിനെ മനസ്സാവുന്ന സ്വീകരിക്കാൻ അത്രേ വേണ്ടൂ. ഒരുപാട് പണിയൊന്നുമില്ലേ. പറ്റാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ സംഭവിക്കരുത്. ലോകത്ത് ഇതുവരെ സംഭവിച്ചവരുടെ ചരിത്രം മുഴുവൻ എടുത്ത് അവർക്ക് പറ്റിയതൊന്നും പറ്റാതിരിക്കാൻ പണിയെടുത്ത് കൃത്യമായ കാർക്കശ്യത്തോടെ കണക്കുകൂട്ടി ഉന്നതരെ മുഴുവൻ കണ്ട് അവരുടെ മുഴുവൻ അഭിപ്രായങ്ങൾ എടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയവരുണ്ട്. അവസാനം ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിച്ചെന്ന് തിത്തത്തെയ്യെന്നതിനകത്ത് വീഴുന്നവരുണ്ട്. കണക്ക് കൂട്ടാതെ വീഴുന്നവന് രസം, അവൻ യാദൃച്ഛികമായി വീണതാണ്. യാദൃച്ഛികമായി വീണതായതുകൊണ്ട് വീണു എന്നവൻ അറിയുന്ന നേരം കൊണ്ട് ചിലപ്പോൾ കരയ്ക്ക് കയറി പോകും. അത് ഈ വണ്ടി ഓടിച്ചു പോകുന്ന പോലെയാണ്. ചില ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഈ കട്ടറിലേക്ക് നിന്ന് ചാടുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത ഗട്ടറാണ്. അപ്പോൾ ഇവൻ പിന്നെ ബ്രേക്കൊന്നും പിടിക്കില്ല. ഗട്ടറിനകത്ത് ബ്രേക്ക് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, പെട്ടെന്ന് വീണതായതുകൊണ്ട് അവന് പോയി. ഒരുപാട് ഗട്ടറുകളെ പറ്റി ഗവേഷണം നടത്തിയവനാണെങ്കിൽ അതിൻ്റെ നടുക്ക് വെച്ച് ബ്രേക്ക് പിടിക്കുകയും സംഗതി ബൈക്ക് ഒരു പറമ്പിലും ഹെൽമറ്റ് വേറൊരു പറമ്പിലും തല മറ്റൊരു പറമ്പിലും ഹോട്ടൽ വേറെ ആയിട്ട് കിട്ടും.
ഈ ഗവേഷണം വളരെ രസമുള്ളതാണ്. എല്ലാ ഗവേഷണവും ചെയ്ത് ഇടിച്ചു തെറിക്കുന്ന ഒരു ലോകം, ഒരു ഗവേഷണവും ചെയ്യാതെ ഉള്ള കാലം നന്നായി ജീവിക്കുന്നതിനിടയിൽ കടന്നു പോകുന്ന ഒരു സുഖവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഒരു ജന്മം മുഴുവൻ ക്രൈസിസ് മാനേജ്മെൻറ്റിന് വേണ്ടി കളയുകയാണ് ഒരു ജനം. ക്രൈസിസ് മാനേജ്മെൻറ്റിന് വേണ്ടി ചെലവാക്കുന്ന പണവും ക്രൈസിസ് മാനേജ്മെൻറ്റിനിടയിലുണ്ടാകുന്ന ക്രൈസിസിൽ തട്ടിപ്പോകുന്നതും ആലോചിച്ചാൽ ക്രൈസിസിൽ ഇത്രയും തട്ടിപ്പോവില്ല.